നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം വെറും 5 മിനിറ്റ് മാത്രം മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിൽ അത്ഭുതകരമായ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? അത് മറ്റൊന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ പരിശീലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസേന നന്ദിയോടെ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ ദിവസേന എഴുതി വെക്കുന്ന ഒരു ചെറിയ ബുക്കാണ്. ജീവിതത്തിലെ നല്ലതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് എഴുതി വെക്കുന്നത്, അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകുമെന്ന് മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അബണ്ടൻസ് കൊണ്ടുവരുന്നതിന് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ പുച്ഛിച്ച് നിസ്സാരമായി കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നിയ ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം വരുത്താൻ സാധിക്കുമെന്നറിയാമോ? നമ്മളിൽ പലരും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി, നിലവിലുള്ള അവസ്ഥ മാറി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയും പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള ടെക്നിക്കുകൾ പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. എന്നിട്ടും നമ്മളിൽ പലർക്കും 99% ആളുകൾക്കും ഇതിൻ്റെ ഒന്നും ഫലം കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ കാരണം നമ്മളിൽ മറ്റെന്തൊക്കെയോ ബ്ലോക്കുകൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തൊക്കെയോ കൂടി ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി പരിശീലിക്കുക എന്നുള്ളത്. എന്തൊക്കെ ആയാലും നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തുവല്ലോ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുവല്ലോ, അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ ഫേക്കാണ്, തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും ഉള്ളത്. എന്നാൽ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തുവല്ലോ, ഞാൻ ഈ പറയുന്ന വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഈ ഒരു കാര്യം കൂടി ഒന്ന് പരിശീലിച്ച് നോക്കൂ, ചെയ്തു നോക്കൂ, റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളത്. നന്ദി പറഞ്ഞ് അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വെറും ഒരു പറച്ചിലല്ല, അത് പ്രാവർത്തികമായി പ്രവൃത്തിയിലൂടെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം, അതിലൂടെ മാറ്റങ്ങൾ സംഭവിപ്പിക്കാം എന്നതിനെ പറ്റിയാണ്. കൃതജ്ഞതയുള്ള മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കുമാണ്. അത് നെഗറ്റിവിറ്റിയിലേക്ക് ശ്രദ്ധിക്കുന്നതേയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, എന്തൊക്കെയാണോ വേണ്ടത്, അതെല്ലാം നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും എന്നുള്ളതാണ് സത്യം. അത് എത്രത്തോളം എടുത്താലും തീരാത്തത്ര അതിസമ്പന്നമാണ് നമ്മളുടെ പ്രപഞ്ചം, നമ്മുടെ ഈ ലോകം എന്ന് മനസ്സിലാക്കുക. പക്ഷേ അത് എല്ലാ ആളുകൾക്കും കാണാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കൃതജ്ഞതയുള്ളവൻ്റെ മുന്നിലേക്ക് ഇത് എത്തിപ്പിടിക്കുകയും കൃതജ്ഞതയുള്ളവന് ഇത് കാണാനും സാധിക്കും എന്നുള്ളതാണ്. കാരണം മനസ്സിൽ നിറയെ കൃതജ്ഞതയുള്ളവൻ്റെ മനസ്സിൽ സമൃദ്ധിയുണ്ട്, സമ്പന്നതയുണ്ട്, അവൻ സന്തോഷവാനായിരിക്കും ഏതു സമയവും എന്നുള്ളതാണ്. അവൻ നോക്കുന്നതും ഫോക്കസ് ചെയ്യുന്നതും അവന് ഉള്ളതിലേക്കാണ്, അവൻ്റെ ഇല്ലായ്മയിലേക്കല്ല, അവൻ്റെ ഉള്ള കാര്യത്തിലേക്കാണ്, സമൃദ്ധിയിലേക്കാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്. അവന് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് അവൻ ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ, നന്മകൾ അവൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെത്തും. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ്റെ ഏറ്റവും വലിയ, എഴുതിയാൽ ഉണ്ടാവുന്ന അത്ഭുതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവം എൻ്റെ സ്വന്തം ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഒരു ലേഡി കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി കൺസൾട്ടേഷൻ വന്നു. അവർ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി ലീവിന് നാട്ടിലെത്തിയതാണ്. അവർ എൻ്റെ അടുത്ത് വരുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെയേറെ നിരാശയിലും സങ്കടത്തിലും അസംതൃപ്തിയിലും ദുഃഖത്തിലുമായിരുന്നു. എന്ന് വെച്ചാൽ വളരെയേറെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് അവർ എന്നെ കാണാൻ വേണ്ടി വന്നത്.
കാരണം അവർ വളരെയേറെ കാലങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്നു. അവരുടെ സ്വന്തം കുടുംബകാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കുന്നുണ്ട്. അവരുടെ അനിയത്തിയുടെ വിവാഹം നടത്തി കൊടുത്തു. അങ്ങനെ മറ്റ് ബന്ധുമിത്രാദികളുടെ ഒക്കെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം ജീവിതത്തിൽ ഇപ്പോഴും അവർക്ക് അസംതൃപ്തിയുണ്ട്, സന്തോഷമില്ല, എന്തൊക്കെയോ പോരായ്മകൾ അവരിൽ ഫീൽ ചെയ്യുന്നു. മറ്റുള്ള ആളുകളെയൊക്കെ സഹായിച്ചിട്ടും അവരിൽ നിന്ന് ലഭിക്കേണ്ടതായ പരിഗണനയും സ്നേഹവും ലഭിക്കുന്നില്ല. അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ എല്ലാ വിഷയവും പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു അവർ എന്നെ കാണാൻ വേണ്ടി എൻ്റെ അടുത്തെത്തിയത്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അവർക്ക് ചെറിയ തെറാപ്പിയൊക്കെ കൊടുത്ത് റിലാക്സ് ചെയ്യിച്ച് അവർക്ക് വീട്ടിൽ പോയി തുടർന്ന് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നതാണ് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ തവണ എന്നെ അവർ കാണാൻ വരുന്ന സമയത്ത് അവരെ കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്തു. മാത്രമല്ല അവർ വളരെ സന്തോഷത്തോടു കൂടി എന്നോട് സാക്ഷ്യപ്പെടുത്തി. ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷം മറ്റു പല കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, എന്നാൽ പ്രധാനമായും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതകരമായി പലതും അപ്രാപ്യമെന്ന് കരുതിയിരുന്ന പലതും എന്നിലേക്ക് റിലേഷൻഷിപ്പായാലും മറ്റ് പല കാര്യങ്ങളും സമൃദ്ധിയായാലും മറ്റു കാര്യങ്ങളും എന്നിലേക്ക് വളരെ നിസ്സാരമായി ഞാൻ പോലും അറിയാതെ എത്തിച്ചേരുന്നു എന്ന് അവർ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ 100% സംതൃപ്തിയാണ്, എനിക്ക് ശാന്തിയും സമാധാനവും എൻ്റെ മനസ്സ് നിറയെ സന്തോഷവും ലഭിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയുകയുണ്ടായി. സത്യത്തിൽ അവിടെ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അതിനു മുൻപ് അവർ എൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് അവർ ഫോക്കസ് ചെയ്തിരുന്നത് അവരുടെ ഇല്ലായ്മയിലേക്കും അവരുടെ കഷ്ടപ്പാടിലേക്കും, അവർ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അത് സ്വന്തം കുടുംബത്തിന് ഉപകാരപ്പെടുന്നത് കൂടാതെ മറ്റു പലർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നതിനെ പറ്റിയും അതിലുള്ള സങ്കടത്തിലേക്കുമായിരുന്നു അവർ അതുവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ആ ഫോക്കസ് മാറുകയും അവർ മൂലം ഗുണം കിട്ടിയ ആളുകളുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം കാണുകയും അതിൽ അവർ ആനന്ദം കണ്ടെത്തുകയും അവർ ചെയ്ത നല്ല കാര്യങ്ങളിലേക്ക്, അവർക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് മാറുകയും അതോടുകൂടി അവരുടെ ജീവിതത്തിൽ കൂടുതൽ നന്മ വന്നു ചേർന്നു എന്നുള്ളതാണ്. ഇനി ഇത് എഴുതുന്നത് എങ്ങനെയെന്ന് പറയാം. ഇത് എഴുതുന്നത് അത്ര ഭാരിച്ച ജോലിയൊന്നുമല്ല. എല്ലാ ദിവസവും രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഫോൺ പോലും മാറ്റി വെച്ചതിന് ശേഷം ഒരു നോട്ട്ബുക്കും, വൃത്തിയുള്ള ഒരു നോട്ട്ബുക്കും പെന്നും എടുക്കുക. ആ നോട്ട്ബുക്കിൽ 1, 2, 3, 4 അങ്ങനെ നമ്പർ ഇട്ട് അന്ന് രാവിലെ മുതൽ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ടാവും. നന്ദി പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം അത് കാണാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് എഴുതി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നന്ദി പറയാനുള്ള 1000 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, തുടക്കക്കാർക്ക് ഒന്നും എഴുതാൻ തോന്നിയില്ല എങ്കിൽ പോലും നമ്പർ 1 ബുക്കിൽ നമ്പർ 1 ഇട്ടതിന് ശേഷം ഇന്നത്തെ ദിവസം കൂടി എനിക്ക് ആയുസ് തന്നതിന് ഞാൻ ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട്, യൂണിവേഴ്സൽ എനർജിയോട്, ഏതിനോടുമാവാം ഞാൻ നന്ദി പറയുന്നു എന്ന് എഴുതുക. രണ്ടാമത്തേതായിട്ട് നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഉറക്കമുണർന്നതിന് ശേഷം ഈ നിമിഷം വരെ ഞാൻ ശ്വസിച്ച വായുവിന്, പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ലാതെ ശ്വസിച്ച ശുദ്ധവായുവിന് എനിക്ക് ലഭിച്ചതിന് നന്ദി പറയുന്നു എന്നെഴുതാം. ലഭിച്ച വെള്ളത്തിന് നന്ദി പറയുന്നു, പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്നെഴുതാം. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് ലഭിച്ച അറിവുകൾക്ക് ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു എന്നിങ്ങനെ ഒരു ദിവസം തുടക്കത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 5 കാര്യങ്ങൾക്കെങ്കിലും നന്ദി, ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നന്ദി എഴുതി വെക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും എഴുതി തുടങ്ങും തോറും
നൂറ് കാര്യങ്ങൾ നമ്മൾക്ക് നന്ദി പറയാനുള്ള കാരണങ്ങൾ നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ആ കാരണം മറ്റൊന്നുമല്ല, ഇല്ലായ്മയിൽ നിന്ന് നന്ദി പറയുന്നതിലേക്ക്, ഉള്ള അവസ്ഥയിലേക്ക് നമ്മളുടെ മൈൻഡ് ഷിഫ്റ്റ് ആകുന്നു, നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ആകുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ ആദ്യത്തെ 5 ദിവസം, ആദ്യത്തെ കുറച്ച് ദിവസം 5 പോയിന്റ്, 6 പോയിന്റ്, 10 പോയിന്റ്, 20 പോയിന്റ്, അങ്ങനെ പറ്റുന്ന അത്രയും കാര്യങ്ങൾ എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ചടങ്ങ് തീർക്കുന്നതിന് വേണ്ടി ആരോ പറയുന്നത് കേട്ട് എന്തിനോ വേണ്ടി എഴുതുന്നതിന് പകരം ഓരോന്നും എഴുതുന്ന സമയത്ത്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്പർ 1, ഞാൻ ഇന്ന് എനിക്ക് ആവശ്യത്തിന് ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസമാണല്ലോ നമ്മളുടെ ഊർജം എന്ന് പറയുന്നത്. ഇന്ന് ലഭിച്ച ശ്വാസത്തിന് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ദീർഘനിശ്വാസം എടുത്ത് ആ വായു, ആ ശ്വാസം നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നത് ഫീല് ചെയ്ത് എഴുതി നോക്കുക. അതുപോലെ കുടിച്ച വെള്ളത്തെ പറ്റി പറയുമ്പോൾ, എന്തു കാര്യവും എഴുതുമ്പോൾ അത് മനസ്സിൽ സങ്കല്പിച്ച് ഫീല് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ തുടർച്ചയായി ഏറ്റവും കുറഞ്ഞത് ഒരു 21 ദിവസമെങ്കിലും നിങ്ങളൊന്ന് എഴുതി നോക്കൂ. 21 ദിവസം നിങ്ങൾ ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടിയില്ല എന്ന് പറയുന്നവരായി ഈ വീഡിയോ കാണുന്ന ആരും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ എന്തിനോടും ഏതിനോടും നന്ദി പറയുമ്പോൾ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം ഞാനിപ്പോൾ തരാം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ, ഒന്നുമില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നന്ദി ദൈവമേ അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കുറിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതും ഒരു നന്ദി പ്രകടനമാണ്. നമ്മൾക്ക് കിട്ടുന്ന ഓരോ അറിവും, അത് ചെറുതായാലും വലുതായാലും, നമ്മൾക്ക് അത് ലഭിച്ചതിന് നന്ദി പറയുക എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് കൂടുതൽ അടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.